അനധികൃതമായി സൂക്ഷിച്ചിരുന്ന അറവു മാലിന്യം പിടികൂടി. കൊല്ലം മരുത്തടി ചോഴത്തിൽ ക്ഷേത്രത്തിന് സമീപത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. മൃഗക്കൊഴുപ്പ് ശേഖരിക്കാനാണ് മാലിന്യങ്ങൾ സൂക്ഷിച്ചിരുന്നതെന്ന് സൂചന. വലിയ വീപ്പകളിലും ബക്കറ്റുകളിലും ചാക്കുകളിലും അറവു മാലിന്യം. കക്കൂസിലടക്കം സൂക്ഷിച്ചിരുന്നത് പോത്തിന്റെ ഉൾപ്പെടെ തൊലിയും കൊഴുപ്പും അവയവങ്ങളും. താമസിക്കാനെന്ന പേരിലാണ് വീട് വാടകയ്ക്കെടുത്തത്. ദുർഗന്ധം പുറത്തറിയാതിരിക്കാൻ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ അറവു മാലിന്യം സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് നാട്ടുകാർക്ക് അറിവുണ്ടായിരുന്നില്ല. തൊഴിലാളികൾ വലിയ വീപ്പുകളുമായി പുറത്തേക്ക് പോകുന്നത് നാട്ടുകാർ കണ്ടു. സംശയം തോന്നിയ നാട്ടുകാർ ഡിവിഷൻ കൗൺസിലറെ വിവരമറിയിച്ചു. കൗൺസിലറും ആരോഗ്യവിഭാഗ ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിലാണ് മലിനജലം കണ്ടെത്തിയത്. കുറച്ച് നാളുകൊണ്ട് ഈ സംഭവം ഈ ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പം പരാതിയെ തുടർന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് നാട്ടുകാർ സംഘടിക്കുകയും രാത്രി ഈ വാഹനത്തിൽ ഒരാൾ വരികയും ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറി അന്വേഷിച്ചപ്പോൾ ടോയ്ലറ്റിൽ തന്നെ ഈ പുഴുവഴിച്ച രീതിയിലാണ് ഈ മാലിന്യങ്ങൾ കണ്ടുവന്നിരുന്നത്. കൊഴുപ്പ് വേർതിരിച്ചെടുക്കാനാണ് ഇവ സൂക്ഷിച്ചതെന്നാണ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി. ബോർമകളിൽ തയ്യാറാക്കുന്ന പലഹാരങ്ങൾ ചേർക്കാൻ ഈ കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. അറവു മാലിന്യത്തിന് ഏറെ കാലപ്പഴക്കമുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മൃഗാവശിഷ്ടങ്ങൾ കൃത്യമായ രീതിയിലല്ലാതെ സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതൊക്കെ ആക്ട് പ്രകാരം തെറ്റ് തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഇവ കയറ്റി അയക്കുന്നതെന്നാണ് സൂചന. വീട് വാടകയ്ക്കെടുത്തയാളെ കണ്ടെത്തി പിഴ ഈടാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാലിന്യം മറവ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.